ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കണം. ഞങ്ങൾ നാളെ ലണ്ടനിൽ പോവാണ്. ഞങ്ങളൊരു ഡ്രീമായിരുന്നു ലണ്ടനിൽ പോകണമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത്, ഇവിടെ UK വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് ലണ്ടൻ പോലെ ആയിരിക്കും ഞാൻ വരാൻ പോകുന്ന സ്ഥലം എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, ഭയങ്കര ഡിഫറെൻറ്റാണ്. ഈ പാടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നേക്കണം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ എറണാകുളത്താണ് എൻ്റെ വീട്. അപ്പം ഞാൻ അവിടെ ഒരു സിറ്റിയിലൊക്കെയായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ വന്നപ്പം കുറേ പാടങ്ങളും ഒരു നല്ല രസമാണ്. തണുപ്പൊക്കെ ഉള്ളൊരു നല്ല സ്ഥലം. നമുക്ക് ഈ സമ്മറിനോ അല്ലെങ്കിൽ ഹോളിഡേ ട്രിപ്പൊക്കെ പോയി താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കോൺവാൾ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ലണ്ടൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾക്കൊരു ടൈം കിട്ടി ലണ്ടനിൽ പോകാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിനിനോ ബസ്സിനോ ഒന്നുമല്ല പോകുന്നത്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ലണ്ടനിൽ ട്രെയിനിനും ബസ്സിനൊക്കെ പോകാമെന്ന്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഞങ്ങൾക്ക് ലീവോ ഓഫോ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാം കൊണ്ട് സാഹചര്യം മൂലം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ടൈം കിട്ടി. അപ്പം ഞാനും ലിറ്റയും ജോമിൻ ചേട്ടനും അനീറ്റ ചേച്ചിയും കൂടി നാളെ ലണ്ടനിൽ പോവാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ഒരു ചെറുതല്ലായിരിക്കും, ഇച്ചിരി കൂടി വലുതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത്, എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തിരുന്നു. വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് പേരൊക്കെ എന്തെങ്കിലും എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്. ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് മൈഗ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്. ഞാൻ സിസ്റ്റം നോക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ ഫുഡിൻ്റെ ആണോ അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു. ഇന്നലെ ഞാൻ അമ്മേനെ വിളിച്ച് ഭയങ്കര വിഷമമൊക്കെ പറിച്ചില്ലായിരുന്നു. പിന്നെ അമ്മ തന്നെ കണ്ടുപിടിച്ച് തന്നു. ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അധികം കഴിക്കത്തില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് വരുമായിരുന്നു. ഇങ്ങനെ ചോറൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ രാവിലെ ബ്രെഡ് അത് കഴിക്കുക, ഉച്ചയ്ക്ക് എന്തെങ്കിലും ഈ പയറ് മുളപ്പിച്ചത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുക, രാത്രി ഒന്നും കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കുക. ഹെൽത്തി ഫുഡാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എന്നാലും കുറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞപ്പം എനിക്ക് സമയം കിട്ടില്ല കഴിക്കാൻ. എനിക്കൊരു കൃത്യസമയമില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന നേഴ്സായിട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്കൊരു കൃത്യം ടൈം കിട്ടുന്നില്ല. എപ്പോഴൊക്കെ കഴിക്കാം എന്നുള്ളൊരു ടൈം. ബ്രേക്ക് കിട്ടും, പക്ഷേ അതൊരു 2:30, 3, 4 മണിയൊക്കെ ആകുമ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മൈഗ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടാണ്ടിരുന്നത്. ഇതാണ് എൻ്റെ റൂം. ഞാനിപ്പം മെഴുകുതിരി ഇവിടെ 2 സ്ഥലത്തും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ് മെഴുകുതിരീൻ്റെ. പിന്നെ ഞാൻ ലാവൻഡറിൻ്റെയും പിന്നെ വാനിലേൻ്റെയും കത്തിച്ച് വെച്ചേക്കണം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണങ്ങൾ. അപ്പം ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഞങ്ങൾക്ക് നാളെ ഇടാൻ വേണ്ടിയിട്ട്, അത് അവിടെ ചെന്നിടാൻ വേണ്ടിയിട്ട്, അത് അടുത്ത ദിവസം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡും ജാമും എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ടൊർട്ടില റോളും കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതെന്ത് എടുത്തു വെച്ചെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പത്തേനും മൈഗ്രെയിൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിളും ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് വിശക്കും. എല്ലാവരും പോലെയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഇതിൻ്റെ വേറെ ആൻഡ്രോയിഡ് ഒരു ഫോണ് അത് എടുക്കണം. അത് സിമ്മൊന്നുമില്ല, എന്നാലും ആവശ്യമാണത്. പിന്നെ ഒരു പേന എടുത്തിട്ടുണ്ട്. പേന എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഒരു ക്യാപ്പ്, കൂളിംഗ് ഗ്ലാസ് എടുത്തതെന്ന് വെച്ചാൽ ഈ ക്യാപ്പും കൂളിംഗ് ഗ്ലാസിൻ്റെ കാര്യം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ മൈഗ്രെയിൻ വരും എനിക്ക് വെയിലടിച്ച് കഴിഞ്ഞാൽ. ലണ്ടനിൽ വെയിലാന്നൊക്കെ കേട്ട്. മഴയുണ്ട് വെയിലുണ്ട്. 5 മിനിറ്റ് മഴയാണെങ്കിൽ 5 മിനിറ്റ് വെയിൽ, അങ്ങനെയാണ് ലണ്ടനിൽ. ഇവിടെ എങ്ങനെയാണ്. അപ്പം ഞാൻ കുട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോക്കറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. യൂസ് ചെയ്തതാണ്, എന്നാലും എടുത്തു. പിന്നെ ഇതുള്ളൂ. ഈ 2 ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ആ ബാഗ് വെറുതെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബോറോ മാർക്കറ്റിലോ അല്ലെങ്കിൽ ചൈന ടൗണിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കൈ മാത്രം പിടിക്കാൻ വേണ്ടി എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ എൻ്റെ ഈ ബാഗ് ഞാൻ വർക്കിന് യൂസ് ചെയ്യുന്ന ബാഗാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, രാവിലെയായി, ഞങ്ങൾ റെഡിയായി. ലിറ്റി അപ്പുറത്തുണ്ട്, ലിറ്റി താഴെയും അപ്പുറത്തേക്കായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയായി. പക്ഷെ ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആൾക്കാർ ഇതുവരെ എണീറ്റിട്ടില്ല.
ഇപ്പം വിളിച്ചായിരുന്നു ഒരു 5 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞേ, ഇതുവരെ കണ്ടില്ല. അപ്പം തന്നെ ഞങ്ങൾ റെഡിയായി ഫുൾ സെറ്റപ്പായി. ഞാൻ 2 ബാഗൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റായി. ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഞങ്ങൾ കാറിനകത്ത് കയറി സെറ്റായി, സാധനങ്ങളൊക്കെ ഡിക്കിക്കകത്ത് വെച്ചു. ഞാൻ 2 അതിഥികളെ കാണിച്ചു തരാം. ചേട്ടാ താങ്ക് യു. ഭയങ്കര തണുപ്പ് പുറത്ത്, എനിക്ക് ഒട്ടും പറ്റത്തില്ല തണുപ്പ്. അവര് പറയാം ലണ്ടനിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങുന്നു, എനിക്കറിയില്ല. ഞാൻ പാൻ്റ് എടുത്തു. നമ്മൾ സർവീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ടോയ്ലറ്റ്, ഇന്ത്യൻ ക്ലോസറ്റ് അല്ല, എന്നാലും യൂറോപ്യൻ ആണ്, എന്നാലും പക്ഷെ ലോക്കല്. ഞാൻ ഇത് ആദ്യമായിട്ട് ഇവിടുത്തെ ലോക്കല് കാണുന്നത്. ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് എടുത്തു, കാരണം എനിക്ക് വിശക്കും. എനിക്ക് നല്ല വിശപ്പുള്ളതാണ്, എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം. ഞാൻ വിശന്ന് നന്നായിട്ട് കഴിക്കും, പക്ഷെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ്. അങ്ങനെ തീറ്റയും കുടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഞാൻ ചില വീഡിയോസിൽ ഞാൻ എൻ്റെ വോയിസ് ആയിരിക്കും ഇടുന്നത്, കാരണം ചില വീഡിയോസിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ടണലിക്കോട് യാത്ര തുടങ്ങി. ടണലിക്കോട് യാത്ര തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മേനെ ആലോചിച്ചത്. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു മൈസൂർക്ക് വേണ്ടി. ആ കുതിരാൻ വഴിയാണ് ഞാൻ പോയത്. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ ചെറുതായിട്ട് മിസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. നല്ല റൂമാണ്, 92 പൗണ്ടേ ഉള്ളൂ. ചീപ്പാണ്, എന്നാലും എന്താ ക്വാളിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസത്തേക്ക് സ്റ്റേക്ക് ഇതൊക്കെ തന്നെ ധാരാളം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങൾ ഹാപ്പിയാണ് എന്തുകൊണ്ടും. പിന്നെ എന്താ അത്യാവശ്യത്തിന് കപ്പും സോസറും പിന്നെ ഫ്രിഡ്ജുണ്ട്, എല്ലാ സാധനങ്ങളും അത്യാവശ്യത്തിന് ഒരു ഹോട്ടലിനുള്ള സാധനങ്ങളുണ്ട്. ക്വാളിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ഷെയർ ഹോൾഡറിൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഏറ്റവും കാര്യം നമ്മൾ ലണ്ടനിൽ വരുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാർക്കിംഗ് സ്പേസ് ഉണ്ടോ എന്നാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു പ്രോപ്പർ ലണ്ടനിലല്ല നിൽക്കുന്നത്, ജഗനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ് ഉണ്ട് ലണ്ടൻ ടൗണിലേക്ക്, അതായത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ സൈഡിലേക്കൊക്കെ. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നടന്നപ്പോഴാണ് കാണുന്നത് എല്ലാവരും ബ്ലാക്ക്സ്, അതായത് നമ്മളിവിടെ മെൻഷനാക്കുന്ന ബ്രൗൺ ആയിട്ടാണ്, അവിടെ എല്ലാവരും ബ്ലാക്ക് ആയിട്ടുള്ള ഈ നൈജീരിയക്കാർ ആഫ്രിക്കൻകാരാണെന്ന് തോന്നുന്നു. കുറേ കുടിയേറിയിരിക്കണ പോലത്തെ ആൾക്കാർ, അതായത് ഒരു ഏരിയ മൊത്തം. ഞാൻ നിൽക്കുന്ന ഈ ഡഗനം എന്ന് പറഞ്ഞ സ്ഥലത്ത് മൊത്തം ബ്ലാക്സാണ്. കടകൾ നടത്തുന്ന ബ്ലാക്സ്, അവരുടെ കടകൾ, അവരുടെ രീതിയിലായിട്ട് എന്തൊക്കെയൊക്കെയോ ഇവർ എന്തോ ബിസിനസ്സൊക്കെ ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ ഫുൾ ബ്ലാക്സ്. പിന്നെ ഇന്ത്യക്കാരെ നമുക്ക് ചെറുതായിട്ട് കാണാം, വലിയ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല, അത് വേറൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലൊരു പേടിയുണ്ട്, ഫോൺ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമെന്ന്. പേടിയുണ്ട്, പെട്ടെന്ന് വേണമെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ആ പേടി മനസ്സിൽ വെച്ച് ഞാൻ മുമ്പോട്ട് തന്നെ ചലിക്കാൻ തുടങ്ങി. എൻ്റെ ഫോൺ എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് എൻ്റെ അമ്മ വെട്ടിക്കൊല്ലും. പിന്നെ എൻ്റെ ചേട്ടനും പറഞ്ഞിട്ടുണ്ടായി തട്ടിക്കൊണ്ട് പോകും, സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ ആരും അധികം ഇല്ലാത്ത അറൗണ്ട് ആരും ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനകത്ത് കാണാൻ ഞാൻ മാത്രമേ ജാക്കറ്റ് ഇട്ടിട്ടുള്ളൂ, 3 പേരും ജാക്കറ്റ് ഇട്ടിട്ടില്ല. ഭയങ്കര ചിരി കണ്ടില്ല, ഒക്കെ 3ഉം തണുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷനാണ്. വാഷ്റൂമിലൊക്കെ പോയി എല്ലാം റെഡിയായി വന്നു. അപ്പോഴത്തേനും ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും കസിൻ വന്നു. അഞ്ജിതയ്ക്ക് ഇവിടെ പരിചയമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ, അപ്പം അഞ്ജിത കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിനെ ഞങ്ങളൊരു ഒഫീഷ്യലായിട്ട് നാവിഗേറ്ററാക്കി. അങ്ങനെ പുള്ളിക്കാരി ഞങ്ങളിപ്പോൾ പാലസിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയത്. എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല, എൻ്റെ കണ്ണിൽ 2ഉം തള്ളി പുറത്ത് വന്ന്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പുറകിൽ, ക്ലാസ്മേറ്റ് പുസ്തകത്തിൻ്റെ പുറകിൽ കണ്ടിട്ടുള്ളൂ ഈ ബിൽഡിങ്സൊക്കെ. ഞാൻ ശരിക്കും ജീവിതത്തിൽ ഞാൻ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. നമുക്ക് ഇങ്ങനെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലണ്ടനിൽ താമസിക്കണം എക്സ്പെൻസീവാണ്, പിന്നെ ഭയങ്കര റഷാണ്, ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. എന്നാലും എന്താ നല്ല സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ലണ്ടനിൽ ഇതേപോലത്തെ അട്രാക്ഷൻ്റെ അടുത്തുള്ള കടകളിൽ നിന്നും മേടിക്കാണ്ടിരിക്കുക, കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ആൾക്കാർ കൂടുന്നതിനനുസരിച്ച്
ഇച്ചിരി കൂടെ ദൂരം കൂടും തോറും അതിന്റെ വിലയും കുറയും. ആ ഈ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഉയരം കൂടുന്ന ചായ ചാലും. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലെത്തി. നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. കയറാൻ തോന്നുന്നു 95 പൗണ്ട് എന്തോ ആണ് ടിക്കറ്റിന്. ഞങ്ങളാരും കയറിയില്ല. ഞാൻ കയറുന്നത് ആരും കണ്ടില്ല. നമുക്ക് ഫ്രണ്ടിൽ കൂടി കാണാം റോയൽ ഗാർഡ്സ് നടക്കുന്നുണ്ട്. ഇവർ 24 മണിക്കൂർ ഇങ്ങനെ തന്നെ നടത്തുകയാണെന്നാണ് ഞാൻ കേട്ടത്. എപ്പോഴും സെക്യൂരിറ്റി ഉണ്ടായിരിക്കുമല്ലോ, കാരണം ക്യൂനും കിങ്ങൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. ഈ പാലസിനകത്ത് 28 ബാത്റൂം, 92 ഓഫീസ്, 75 റൂമുകളുണ്ട്. അതെല്ലാം ഈ രാജാക്കന്മാർക്കൊക്കെ ഉള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ പാർട്ടി നടക്കാറുണ്ട്. ഈ ക്യൂനൊക്കെ വരുമ്പോഴത്തേനും ഇവിടെയാണ് പാർട്ടി നടത്തുന്നത്. ആ കാണുന്ന സൈഡ്, ആ കുറേ മരങ്ങളൊക്കെ ഉള്ള സൈഡ്, അത് അവരുടെ ഗാർഡനാണ്. അവിടെ വെച്ചിട്ടാണ് പാർട്ടി നടത്തുന്നത്. നമുക്ക് ഈ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ലണ്ടൻ ഐ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്പോട്ട് ലണ്ടൻ ഐ ആണ്. അപ്പം ഞങ്ങൾ ഈ ക്യൂനിൻ്റെ ഗാർഡൻ ഏരിയ കൂടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഗാർഡൻ നമുക്ക് കാണാം കുറേ വലിയ വലിയ മരങ്ങൾ. അത് ഒന്ന് സിൽവർ മാപ്പിൾസും പിന്നെ ബ്ലാക്ക് പോപ്പുലറാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ആ മരങ്ങൾ. പിന്നെ ഞങ്ങൾ ടൗണിലെത്തിയപ്പം അവിടെ എന്തോ ഗെയിമൊക്കെ കഴിഞ്ഞ് വിന്നറൊക്കെ ആയിട്ട് ആരൊക്കെയൊക്കെയോ വരുന്നുണ്ട്. നമുക്ക് ആരെന്നൊന്നും അറിയില്ല. പിന്നെ ഭയങ്കര റഷാണ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടുപോയില്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വണ്ടി ഇടിച്ചാൽ എനിക്ക് പിന്നെ ഫോണിങ്ങനെ ക്ലിയറായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. കാരണം പേടിയായിരുന്നു അതിൽ തട്ടിക്കൊണ്ട് പോകുമെന്നുള്ളത്. മുംബൈയുടെ ഫീലാണ്. ഉണ്ടപ്പനെ കൊണ്ട് തോറ്റ് നടക്കണുണ്ടാവും. എന്തുകൊണ്ടും പറയാണ്ടിരിക്കാൻ വയ്യ. നല്ലൊരു സ്ഥലം. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ UK ലണ്ടൻ. ഭയങ്കര തണുപ്പ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായി, പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ മാറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ടതിൽ. അത് ബെന്റ്ലി ആൻഡ് സ്കിന്നർ. Every time we chill, we never bring no stuff. You never we need right here. Just let me be in your life like that. In your life like that. I'm in your life like that. I'm in my life like that. I'm gonna make you a part. I'm gonna be your favorite.
അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് മറ്റേ ഇതുപോലെ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഇതുപോലെ വരും, എഗ് യോക്ക് പോലെ. അറിഞ്ഞു തീർത്തില്ല എന്റെ കയ്യെല്ലാം നാറ്റിച്ച്. ഡ്രസ് മേടിച്ചാലേ ഡ്രസ് ഇവിടെ മേടിച്ചാലേ എന്താ ടേസ്റ്റ്? ഒരു ടൗൺ സ്വീറ്റ് ബൺ. കുറച്ച് എന്റെ കയ്യിൽ നല്ല മധുരം. ചെറിയ ബൈറ്റ് വേണം ഞാൻ കഴിക്കാം. അല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ MNMS കയറാമെന്ന് പറഞ്ഞ് അവൻ്റെ ഫ്രണ്ടിൽ വരെ എത്തി. പക്ഷെ ഭയങ്കര ക്യൂ ആണ്. എല്ലാ സ്ഥലത്തും നമ്മൾ കയറണമെങ്കിൽ ക്യൂ ഒക്കെ കഴിഞ്ഞ് കയറണം. അപ്പം അതിനായിട്ടുള്ള സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പത്തേനും ഞങ്ങൾ നടന്നു. അപ്പം നമുക്ക് ഈ കാണുന്നതൊക്കെ അറിയാം, കുറേ പേര് പടം വരയ്ക്കുന്നുണ്ട്, കുറേ പട്ടികളെയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂറായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതേ സർക്കസിൽ ചെയ്യുന്ന പോലെ തന്നെ കുറേ അഭ്യാസങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പാവങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു, പൈസയ്ക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. ആണോ? കരടി പോണു കരടി. ലണ്ടനിൽ കരടി. വേൾഡ് വാറിന് പോയ പീരങ്കികളുണ്ട്. പീരങ്കി ഷട്ടം.
ഹലോ ഗൈസ്, അപ്പം ഒരു ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഒരു പാർട്ട് 1 വീഡിയോ കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇനിയുണ്ട് അടുത്ത ദിവസത്തിൻ്റെ കാണിക്കും ഞാൻ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ ക്ഷീണിച്ച്, എനിക്ക് 9:30 എനിക്ക് ഉറക്കം വരും. അപ്പം ഇപ്പോൾ ഒരു 10:30 ഞാൻ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ ബൈ, താങ്ക് യു.